നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത്. സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു. ചെറിയ പ്രായത്തിലുണ്ടായ ദുരനുഭവം പുറത്തു പറയാൻ പോലും സമയമെടുത്തു. പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്നും തന്റെ സുഹൃത്തുക്കൾക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും രേവതി സമ്പത്ത് പറഞ്ഞു. +2 കഴിഞ്ഞ് സ്കൂൾ ടൈമിൽ വെക്കേഷന് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്ട് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത്. ഇയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട്. ഫേക്കായിട്ട് തോന്നും, പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞതാണ്, പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൺ സ്റ്റേറ്റ്മെന്റ്സുകൾ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടില് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എന്റെ സ്വപ്നം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഈ നടി ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് നടി പറഞ്ഞത്? അഭിലാഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും സംവിധായകൻ രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരെയുള്ള നടിയുടെ ബംഗാൾ ചലച്ചിത്ര രംഗത്തു നിന്നുള്ള നടിയുടെ വെളിപ്പെടുത്തൽ വരികയും ചെയ്തതിന് പിന്നാലെയാണ് തുടരെയായി ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പ്രധാനമായും അവരാണിപ്പോൾ രംഗത്ത് വരുന്നത്, വളരെ സീനിയറായിട്ടുള്ള പ്രമുഖരായ നടന്മാരിൽ നിന്ന് നേരിട്ട, സംവിധായകരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളാണ് ഇവർ പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ രേവതി സമ്പത്ത് വ്യക്തമാക്കുന്നത് സിദ്ദിഖിൽ നിന്ന്, അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും മോശമായ ഒരു അനുഭവമാണ് ആ കുട്ടി വിവരിക്കുന്നത്. 21 വയസ്സുള്ളപ്പോഴാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഉണ്ടായതെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന നിലയ്ക്കാണ് സിദ്ദിഖ് താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. ഒറ്റയ്ക്കായിരുന്നു താൻ അവിടെ പോയത്. അവിടെ വെച്ച് തന്നെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു, ശാരീരികമായി ഉപദ്രവിച്ചു. അതിനുശേഷം അവിടെ ഇരുന്ന് സിദ്ദിഖ് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ലൈംഗിക ചുവ കലർന്ന രീതിയിൽ സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ആ റൂമിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന്റെ ഭാഗമായുണ്ട്. സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് പരാതി ഉണ്ടെങ്കിൽ എഴുതി തരട്ടെ, അന്വേഷിക്കാം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പരാതിക്കാർ ഒന്നൊന്നായി രംഗത്ത് വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന നിലയിലേക്കാണ് എത്തുന്നത്. മറ്റ് ആർട്ടിസ്റ്റുകളും, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളായി സിനിമകളിൽ ഉണ്ടായിരുന്ന ആളുകളും ഈ തരത്തിലുള്ള പരാതികൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മളോട് അൻസുബ
യുവ നിരയിലെ പ്രധാനപ്പെട്ട നടികളിൽ ഒരാളാണ്. ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പോലും ഇന്ന് പറഞ്ഞത് തനിക്കും ദുരനുഭവം ഉണ്ടായി എന്നതാണ്. അതായത് മുൻകാലങ്ങളിൽ നടന്നത് എന്ന് ഒതുക്കി തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനോ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല പുതുതലമുറ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ശാരീരികമായ ആക്രമണങ്ങൾ നേരിടുന്നു എന്നതാണ്. തീർച്ചയായും അവിടെ വിനോദ് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ നടൻ കൂടിയാണല്ലോ, അമ്മയുടെ ഭാരവാഹി കൂടിയായ സിദ്ദിഖ്. അവിടെ ആവർത്തിച്ച മാധ്യമപ്രവർത്തകർ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെയൊന്നും പരാതി വന്നിട്ടില്ല, അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു സിദ്ദിഖിന്റെ മറുപടിയും. അഭിലാഷ്, നടി ഉർവശി തന്നെ ഇന്ന് സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ശൈലിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. അതായത് പൊതുവിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത അഴകുഴമ്പൻ രീതിയിലെ ഒരു മറുപടികൾ പറഞ്ഞ് അവിടെ നിന്ന് പോകാനാണ് സിദ്ദിഖ് ശ്രമിച്ചത്. അങ്ങനെ ജനറൽ സെക്രട്ടറി അവിടെ നിന്ന് വാർത്താ സമ്മേളനം നടത്തി മടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ തന്നെ ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ശാരീരികമായ ആക്രമണം നേരിടേണ്ടി വന്നുവെന്ന് ഒരു യുവനടി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഇവർ അഴകുഴമ്പൻ നിലപാടിലേക്ക് പോകുന്നു, ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. കാരണം പല തരത്തിൽ നിന്നാണ് ആരോപണങ്ങൾ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ, യുവ നടന്മാർക്കെതിരെ. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ചില പേരുകൾ വരെ ഉണ്ട്. ആ തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് പലരും നടത്തുന്നത്. പക്ഷെ അവർ പലരും പേരുകൾ പറയുന്നില്ല. പക്ഷെ അവർ ആ സിനിമയുടെ സാഹചര്യവും അന്ന് അവിടെ ഉണ്ടായ സംഗതികളും എല്ലാം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് കേൾക്കുമ്പോൾ, ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോകും. കാരണം വെള്ളിത്തിരയിൽ ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും ഇവരുടെ റിയൽ ലൈഫിൽ, യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സ്ത്രീകളോട് കാണിക്കുന്ന പ്രവൃത്തിയും ഒരു തരത്തിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രധാനമായും ജൂനിയർ ആർട്ടിസ്റ്റുകളായി വരുന്ന ചെറിയ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ ഒക്കെയും ഈ ശാരീരികമായി ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചൂഷണം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചില ഹാസ്യ നടന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുണ്ട്. അവരെയൊക്കെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടും. വെള്ളിത്തിരയിൽ വന്ന് ആളുകളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെയും ചെയ്യുന്ന ചില നടന്മാരാണ്. പക്ഷെ ആ നടന്മാർ ഷൂട്ടിംഗ് സെറ്റുകളിൽ അവർ കാണിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ സ്ത്രീകളോട് കാണിക്കുന്ന സമീപനം, അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ പിന്നീട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികാര നടപടികൾ, ഇതെല്ലാം തന്നെ ഞെട്ടലോടെ ആണ് ഇപ്പോൾ. അതാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. നടൻ സിദ്ദിഖിന്റെ ആത്മകഥ അഭിനയം അറിയാതെ എന്ന പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരൊക്കെ ജീവിതത്തിലും നല്ല നടന്മാരാണ് എന്ന് വേണം ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ.